നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിനെ കുറിച്ച് പ്രതികരണവുമായി കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. മാറുന്ന ഇന്ത്യയുടെ മുഖമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വന്ദേ ഭാരത് മികച്ച സാങ്കേതിക വിദ്യയുടെ ഉദാഹരണമാണ് എന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തദ്ദേശീയമായി വികസിപ്പിച്ച് ഈ ട്രെയിൻ വളരുന്ന മാറുന്ന ഇന്ത്യയുടെ ചിത്രമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വാരണാസി ഡൽഹി ട്രെയിൻ രാജ്യത്തിന് സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി നടത്തിയത്. വാരണാസി ഡൽഹി വന്ദേ ഭാരത് സർവീസ് നടത്തുന്നതോടെ പ്രയാഗ്രാജ്, കാൺപൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര സുഖകരമാകും. മാത്രമല്ല, ഈ മേഖലയിലെ സാംസ്കാരിക, വ്യാവസായിക, സാമ്പത്തിക വികസനത്തിനും ഇത് പ്രയോജനപ്പെടുമെന്നാണ് നിഗമനം. വാരണാസിയിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിൻ പ്രയാഗ്രാജിലെത്തുന്ന തീർത്ഥാടകർക്കും വലിയ രീതിയിലാണ് നേട്ടമാകുന്നത്. വ്യാവസായിക കേന്ദ്രമായ കാൺപൂരിലെത്തുന്നവർക്കും ഈ ട്രെയിൻ വളരെയധികം ഉപയോഗപ്രദമാകും. അതേസമയം നിലവിൽ 34 വന്ദേ ഭാരത് സർവീസുകളാണ് രാജ്യത്തുടനീളം ഇന്ത്യൻ റെയിൽവേ നടത്തുന്നത്. വൈകാതെ തന്നെ 4 റൂട്ടുകളിൽ കൂടി വന്ദേ ഭാരത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. മലയാളികൾക്കുൾപ്പെടെ ഗുണകരമാകുന്ന റൂട്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് വിവരം നേരത്തെ തന്നെ വന്നതാണ്. ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ്, സെക്കന്ദരാബാദ് പൂനെ വന്ദേ ഭാരത് എക്സ്പ്രസ്, ബംഗളൂരു കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്, വാരണാസി ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയാണ് പുതുതായി നിരത്തിലിറങ്ങാൻ പോകുന്നത്. കശ്മീർ താഴ്വരയിൽ വൈകാതെ തന്നെ വന്ദേ ഭാരത് കുതിച്ചു തുടങ്ങും. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. 15 കിലോമീറ്റർ ദൂരത്തിൽ ബനിഹാൽ, ഗാരി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വന്ദേ ഭാരതിന്റെ ട്രയൽ റൺ നടന്നിരുന്നു. പുതിയ റെയിൽവേ ലിങ്ക് വഴി ജമ്മു ശ്രീനഗർ യാത്ര 3.5 മണിക്കൂറായി കുറയും. സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദ് പൂനെ റൂട്ടിൽ വന്ദേ ഭാരത് ഓടിക്കാൻ തയ്യാറെടുക്കുകയാണ്. തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ നിന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് അതിവേഗ യാത്ര വൈകാതെ തന്നെ സാധ്യമാകും. റൂട്ടിൽ നിലവിൽ സർവീസ് നടത്തുന്ന ശതാബ്ദി എക്സ്പ്രസിന് പകരമായിട്ടാകും വന്ദേ ഭാരത് അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട്. നിലവിൽ ശതാബ്ദി 8 മണിക്കൂർ 25 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. വാരണാസി ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് വൈകാതെ തന്നെ സർവീസ് തുടങ്ങും. ഈ റൂട്ടിലെ 2ാമത്തെ വന്ദേ ഭാരത് ആയിരിക്കും ഇത്. നിലവിലെ വന്ദേ ഭാരത് രാവിലെ 6 മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വാരണാസിയിലെത്തുന്നത്. മടക്കയാത്ര ഇന്ന് 3 മണിക്ക് തുടങ്ങി 11 മണിക്ക് ഡൽഹിയിലെത്തും. കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിൽ നിന്നും മറ്റൊരു വന്ദേ ഭാരത് കൂടി സർവീസിനൊരുങ്ങുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്കാണ് ബംഗളൂരിൽ നിന്നുള്ള പുതിയ സർവീസ്. വൈകാതെ തന്നെ റെയിൽവേ പ്രഖ്യാപനം നടത്തുമെന്ന് BJP നേതാവും കോയമ്പത്തൂർ സൗത്ത് MLAയുമായ വനതി ശ്രീനിവാസൻ പറഞ്ഞു. നിലവിൽ നിരവധി ട്രെയിനുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. 6 മണിക്കൂർ 45 മിനിറ്റ് മുതൽ 9 മണിക്കൂർ വരെയാണ് ഈ ട്രെയിനുകൾ സർവീസിനെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.